അവിടെ സംസാരിച്ചത്. ഒരു ക്രൂവിൻ്റെ ഭാഗമായിട്ട് മുത്തശ്ശി എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിനെ കുറിച്ചൊക്കെ ഡയറക്ടറിനോട് സംസാരിക്കുമ്പോൾ ഇത് ഇത്രയും ഒന്നാമതെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു വർക്കാണ്. ഇത് ഏതെങ്കിലുമൊക്കെ വഴിയിലൂടെയൊക്കെ ഇങ്ങനെയൊക്കെ പോകുമെന്നൊക്കെയായിരുന്നു വിചാരിച്ചത്. പക്ഷെ അതിൻ്റെ പിന്നിലും മുന്നിലും ആ ഡയറക്ഷൻ്റെ ടീമും വളരെ ഗംഭീരമായിട്ട് അവർക്കത് പൂർത്തിയാക്കി. പിന്നെ പ്രത്യേകിച്ച് കാരണം നമ്മൾ നേരിട്ട് അനുഭവിച്ചതാണ്. ഒരൊറ്റ ലൊക്കേഷനാണ്, ഏതാണ്ട് 90% ഒരു വീട്, അതിൻ്റെ മുക്കും മൂലയും അരിച്ചു പെറുക്കി അവർ ഷോട്ടുകൾ വയ്ക്കുകയും അതിനകത്ത് പ്ലാൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. പലപ്പോഴും പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ ഉണ്ടായിരുന്ന സമയത്ത് പോലും അവർ വളരെ എഫേർട്ട് എടുത്തുകൊണ്ട് ഈ വർക്ക് പൂർത്തിയാക്കി. അതുപോലെ തന്നെ അതിൻ്റെ എടുത്തു പറയേണ്ടുന്ന മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഒരു തൃപ്തിയുണ്ട് ഒരു ക്യാരക്ടർ അതിൻ്റെ ഒരു പൂർണ്ണതയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. പിന്നെ അതുപോലെ വളരെ ഞെട്ടിക്കുന്ന പ്രകടനമാണ് നമ്മൾ ലീല ചേച്ചി, അമിത്, ലീല, അതുപോലെ നമ്മുടെ മോനൊക്കെ ചെയ്തിരിക്കുന്നത് സ്ക്രീൻ സ്പേസ് എന്നുള്ളതിനേക്കാളും അപ്പുറത്തേക്ക് അതിൽ എത്രമാത്രം നമ്മളിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിലേക്ക് അതിൽ ഒരു ആക്ടർക്ക് എത്രമാത്രം ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് അത് ഏറ്റവും മനോഹരമായിട്ട് അതിനൊരു റൂട്ടായിട്ട് നമുക്ക് എന്നെ സംബന്ധിച്ച് ഡയറക്ടർ തന്നെയാണ്. ഒരുപാട് സന്തോഷം ഉണ്ട് ഇതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിലും. ഞാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് ഈ വർക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കാരണം അവരുടെ സ്ട്രഗിള് നമ്മൾ അത്രമാത്രം ഞാൻ അടുത്തു നിന്ന് കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു ചെറിയ കളിയല്ല. അപ്പോൾ ഓൾ ക്രൂവിനും അതിൻ്റെ മുമ്പിലും നമ്മുടെ അസോസിയേറ്റൊക്കെ അദ്ദേഹം പേന താഴെ വെച്ചിട്ടില്ല, വരച്ച് തെള്ളുകയായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഓടൊപ്പം തന്നെ നിന്ന് അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെ നിന്ന് സഞ്ചരിച്ച പ്രൊഡ്യൂസർ ടീമിനും സീഹയിനും എൻ്റെ സ്നേഹം പറയുകയാണ്. ഇത്രയും